ഗൂഗിൾ ഷീറ്റിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഫോർമുലകൾ ഉണ്ടാക്കാൻ, ട്രാക്കറുകൾ ഉണ്ടാക്കാൻ, വിഷ്വലൈസേഷൻ ചെയ്യാൻ, ഡാറ്റാബേസ് നിർമ്മിക്കാൻ, അതേപോലെ തന്നെ ഒരുപാട് ഡാറ്റകളിൽ നിന്ന് ഔട്ട്പുട്ടുകൾ കിട്ടാൻ, ഇൻസൈറ്റ് ചെയ്യാൻ, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഗൂഗിൾ ഷീറ്റിൽ ചെയ്യാറുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് കൃത്യമായിട്ടുള്ള നോളജ് അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഫുള്ളി പൊട്ടൻഷ്യൽ കിട്ടൂല. പക്ഷെ നമ്മൾക്ക് നിലവിൽ ഗൂഗിൾ ഷീറ്റിൽ AI ഇൻറ്റഗ്രേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ AI ഇൻറ്റഗ്രേഷൻ നമ്മൾ ഗൂഗിൾ ഷീറ്റിൽ അല്ലെങ്കിൽ എക്സലിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കോഡിങ്ങും നോളജും ഒന്നുമില്ലാതെ സിമ്പിൾ ഇംഗ്ലീഷ് പ്രോംപ്റ്റ് കൊടുത്ത് നമ്മൾക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് അതാണ് കാണിച്ചത്. ഗൂഗിൾ ഷീറ്റിൽ അതിൻ്റെ സഹായത്തോടെ എങ്ങനെയൊക്കെ അതിൻ്റെ ഫുള്ളി പൊട്ടൻഷ്യൽ സിമ്പിൾ ഇംഗ്ലീഷ് പ്രോംപ്റ്റ് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് സംവദിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ ഞാൻ എൻ്റെ ഗൂഗിൾ ഷീറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ ഷീറ്റ് എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് ഒരു ധാരണ ഉണ്ടാവില്ല എന്ന് കരുതിയിട്ടാണ് ഇത് പറയുന്നത്. ഗൂഗിൾ ഷീറ്റ് എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ അതേ സമാനമായിട്ടുള്ള ഗൂഗിളിൻ്റെ പ്രൊഡക്റ്റാണ് ഗൂഗിൾ ഷീറ്റ്. അപ്പം നിങ്ങൾ എക്സലിൽ ചെയ്യുന്ന എല്ലാ കാര്യവും നിങ്ങൾക്ക് ഗൂഗിൾ ഷീറ്റിലും ചെയ്യാൻ സാധിക്കും. അപ്പം ഞാനിവിടെ എൻ്റെ ഗൂഗിൾ ഷീറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇവിടെ AI ഇൻ്റഗ്രേഷൻ കാണാൻ ഇവിടെ മുകളിലൊരു സ്റ്റാർ അല്ലെങ്കിൽ ജെമിനിയുടെ ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് ചെയ്യുന്ന എല്ലാ യൂസ് കേസുകളും ഈ ഒരു ഹെൽപ്പർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല ഹെൽപ്ഫുൾ ആണ്. അതായത് നമ്മൾക്കൊരു AI അസിസ്റ്റൻ്റ് ഈ ഒരു ഗൂഗിൾ ഷീറ്റിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ നമ്മൾക്കൊരു AI അസിസ്റ്റൻറ്റിനെയാണ് ജെമിനിയുടെ ഈ ഒരു ഇൻ്റഗ്രേഷൻ ഇവിടെ കൊണ്ടുവന്നത് വഴി നമുക്ക് ലഭിക്കുന്നത്. അപ്പം നമ്മൾക്ക് എന്ത് ചെയ്യുക, എല്ലാ കാര്യങ്ങളും സിമ്പിൾ ഇംഗ്ലീഷിൽ പ്രോംപ്റ്റ് കൊടുത്താൽ മതി. ഇത് തന്നെ മുഴുവൻ പണിയും നമുക്ക് ചെയ്തു തരും. അപ്പോൾ നമുക്ക് ഓരോ യൂസ് കേസുകളായിട്ട് ചെയ്ത് നോക്കാം. ഇതിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ 6ാമത്തെ യൂസ് കേസ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്നെ ഭയങ്കര സർപ്രൈസ്ഡ് ആയി. അപ്പോൾ നമുക്ക് ഓരോ യൂസ് കേസുകളും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ 1ാമത്തെ യൂസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾക്ക് എന്ത് ചെയ്യും, പല വിധത്തിലുള്ള ട്രാക്കറുകൾ നിർമ്മിക്കേണ്ടാവും. അത് പേഴ്സണൽ ആവാം, പ്രൊഫഷണൽ ആവശ്യങ്ങൾക്കാവും. അത് ചിലപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ഇപ്പോൾ എനിക്കൊക്കെ ഞാൻ ചെയ്യുന്നതാണ് എൻ്റെ ഒരു ഹാബിറ്റ് ട്രാക്കറുകൾ നിർമ്മിക്കും. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള ട്രാക്കറുകൾ നിർമ്മിക്കേണ്ട ആവശ്യം ഉണ്ടാവും. അപ്പോൾ അത് എങ്ങനെ നമ്മൾക്ക് ഈ ഒരു AI ഇൻ്റഗ്രേഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കുന്നത്. ഞാനിവിടെ ഗൂഗിൾ ഷീറ്റ് ഓപ്പൺ ചെയ്തു. ഇവിടെ AI ഇൻ്റഗ്രേഷൻ ഉള്ള AI അസിസ്റ്റൻറ്റ് ഞാനിവിടെ ഓപ്പൺ ചെയ്തു. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്തൊക്കെ ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഡിഫോൾട്ട് ആയിട്ടുള്ള കുറച്ച് പ്രോംപ്റ്റുകൾ ഇവർ തന്നിട്ടുണ്ട്. ക്രിയേറ്റ് എ DGF വാലുവേഷൻ, ബിൽഡ് മീ എ വർക്ക്ഔട്ട് ട്രാക്കർ, ക്രിയേറ്റ് എ സെയിൽസ് ടെറിട്ടറി പ്ലാൻ, വ്യൂ ഓൾ സജഷൻ. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ ഷീറ്റ് ചെയ്തു തരുന്ന കുറേ സജഷൻസും നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അതൊന്നും നോക്കുന്നില്ല. ഓക്കെ, ഇവിടെ ഈ അസിസ്റ്റൻറ്റിനെ ഓപ്പൺ ചെയ്തു ശേഷം ഞാൻ എൻ്റെ പ്രോംപ്റ്റ് കൊടുത്തു. പ്രോംപ്റ്റ് ഞാൻ ഒന്ന് വായിച്ചു തരാം. ക്രിയേറ്റ് ആൻ എക്സ്പെൻസ് ട്രാക്കർ ഫോർ എ സ്മോൾ ബിസിനസ് വിത്ത് എ കോളം ഫോർ ഡാറ്റ, എക്സ്പെൻസ് കാറ്റഗറി, വെൻഡർ നെയിം, എമൗണ്ട്, പേയ്മെൻറ്റ് മെത്തേഡ്, അപ്രൂവ്ഡ് ബൈ ആൻഡ് നോട്ട്സ്, ആഡ് 5 സാമ്പിൾ റോ വിത്ത് റിയലിസ്റ്റിക് ഇന്ത്യൻ ബിസിനസ് എക്സ്പെൻസ്. അപ്പം ഞാനിവിടെ ഒരു ട്രാക്കറാണ് നിർമ്മിക്കുന്നത്. അപ്പം ഞാൻ സിമ്പിളായിട്ടുള്ള എൻ്റെ പ്രോംപ്റ്റ് കൊടുത്ത ശേഷം എൻ്റർ കൊടുത്തു. ഇത്രയേ ഉള്ളൂ നമ്മൾ ചെയ്യേണ്ട പണി. അപ്പോൾ ഇതേ പ്രകാരം നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനോ പേഴ്സണൽ ആവശ്യത്തിനുള്ള എല്ലാവിധ ട്രാക്കറുകളും സിമ്പിളായിട്ട് ഈ ഒരു AI അസിസ്റ്റൻറ്റ് നിർമ്മിച്ചു തരും. നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ സിമ്പിളായിട്ടുള്ള പ്രോംപ്റ്റ് മാത്രമാണ് ഇവിടെ കൊടുക്കേണ്ടത്. അത് ചെയ്യുന്ന ഓരോ പണികളും നമ്മൾക്ക് ഇവിടെ കാണിച്ചു തരും. ഇതിൻ്റെ പിറകിൽ ഇങ്ങനെ ഓരോ പണികളായിട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യും, നമ്മളുടെ ട്രാക്കറുകൾ ഇവിടെ നിർമ്മിച്ചു തരികയാണ്. അപ്പോൾ ഇവർ ഓൾറെഡി ഏകദേശം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് അപ്രൂവ് ചെയ്യണം. അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അവർ ആക്ഷനിലേക്ക് പോവുകയാണ്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മൾക്ക് റിസൾട്ട് തരുന്നുണ്ട്. റിസൾട്ട് ഓരോന്നായിട്ട് തന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. സ്മോൾ ബിസിനസ് എക്സ്പെൻസ് ട്രാക്കർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രാഥമിക കാര്യങ്ങൾ നമ്മൾക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ അതിൻ്റെ ഓരോ സ്റ്റെപ്പും ഇവിടെ വർക്ക് നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാലാണ് നമ്മളെ കംപ്ലീറ്റ് ട്രാക്കർ ഇവിടെ നമ്മൾക്ക് കിട്ടുക. ശരിക്കും ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് പല യൂസ് കേസുകളും ചെയ്തു നോക്കാൻ പറ്റും. പേഴ്സണൽ ട്രാക്കറുകൾ നിർമ്മിക്കാൻ സാധിക്കും. ഈ പേഴ്സണൽ ട്രാക്കറുകളിനെ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ഫോർ എക്സാമ്പിൾ എല്ലാ ദിവസവും നിങ്ങളുടെ ഹാബിറ്റ് ട്രാക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഹാബിറ്റുകൾ എന്നിവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഹാബിറ്റ് ട്രാക്കറുകൾ നിർമ്മിച്ചു തരും. ഇതേപോലെ പല യൂസ് കേസുകളും വിത്ത് എ സിമ്പിൾ ഇംഗ്ലീഷ് പ്രോംപ്റ്റ് വി ക്യാൻ ബിൽഡ് ഇറ്റ്. അപ്പോൾ ഇത് ഒന്നുകൂടെ സമയം എടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് 2ാമത്തെ യൂസ് കേസിലേക്ക് പോവാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് 1ാമത്തെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്.
നമ്മൾ കൊടുത്ത പ്രോംപ്റ്റിനനുസരിച്ചിട്ടുള്ള ഒരു ട്രാക്കർ ഇത് നിർമ്മിച്ച് തന്നിട്ടുണ്ട്. എമൗണ്ട്, എക്സ്പെൻസ്, വെൻഡർ നെയിം, എമൗണ്ട്, ഇത് ഓരോന്നായിട്ട് തന്നിട്ടുണ്ട്. അപ്രൂവ്ഡ് ബൈ, പെൻഡിങ്, ഇങ്ങനെ ഓരോ നമ്മൾ കൊടുത്ത ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ടുള്ള എല്ലാതും ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾക്ക് ഓരോ കാര്യത്തിനും ഈസി ആയിട്ട് ട്രാക്കർ നിർമ്മിക്കാം. അതാണ് ഒന്നാമത്തെ യൂസ് കേസ്. ഇനി നമുക്കത് രണ്ടാമത്തെ യൂസ് കേസിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ അടുത്തൊരു ഗൂഗിൾ ഷീറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ അടുത്തൊരു ഗൂഗിൾ ഷീറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. രണ്ടാമത് ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മൾക്ക് ചില സമയത്ത് ഡാറ്റകൾ ഉണ്ടാവും. ഇപ്പോൾ പ്രൊഫഷണൽ ഓഫീസുകളിലോ കമ്പനികളിലോ ഒക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാവും ഒരുപാട് ഡാറ്റകൾ ഉണ്ടാവും. അപ്പോൾ ആ ഡാറ്റ വെച്ചിട്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ഈ മന്ത് ഇദ്ദേഹത്തിൻ്റെ സെയിൽസ് ആവറേജ് കടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ എത്ര ഇനി എക്സ്പെക്റ്റ് ഉണ്ട്, അങ്ങനെ ഓരോന്നും ആ ഡാറ്റ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു പ്രോംപ്റ്ററിനോട് അല്ലെങ്കിൽ ഈ ജെമിനൈനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഞാനിവിടെ ഒരു സാമ്പിൾ ഡാറ്റ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ആ ഒരു സാമ്പിൾ ഡാറ്റ ഞാനിവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്താ വെച്ചാൽ ഒരു സെയിൽസ് റിപ്പോർട്ടാണ്, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, പിന്നെ അതിൽ തന്നെ 3 ആളുകളുടെ സെയിൽസ് റിപ്പോർട്ടാണ്. അവരുടെ ടാർഗറ്റ് എത്രയെന്നുള്ളതും കൃത്യമായിട്ട് ഈ ഒരു ഡാറ്റയിലുണ്ട്. ഇനി നമ്മൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോംപ്റ്റുകളാണ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഈ ഒരു 3 ആളുകളുടെ സെയിൽസിൻ്റെ ആവറേജ് ഒരു പുതിയ കോളം F എന്ന നെയിമിൽ നിർമ്മിച്ച് തരാനാണ് പറയുന്നത്. അപ്പം നമുക്ക് നോക്കി നോക്കാം. ഞാൻ പ്രോംപ്റ്റ് കൊടുത്തു, റിസൾട്ടിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ചിലപ്പോൾ ഒരു 40 സെക്കൻഡ് മുതൽ 50 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് വരെയൊക്കെ ചില സമയങ്ങളിൽ സമയമെടുക്കുന്നത്. ഡിപ്പെൻഡ് ഓൺ ഹൗ യു ആർ ഗിവിങ് ദ പ്രോംപ്റ്റ്. അതായത് ചിലർ സിമ്പിൾ ടാസ്ക് ആണ്, ഈ ക്വിക്കായിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ട്. ഇതേ സെയിം ഇൻ്റഗ്രേഷൻ നമുക്ക് എക്സലിലും ഗൂഗിൾ ഡോക്കിലും ഒക്കെ മൈക്രോസോഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെയും AI ഇൻ്റഗ്രേഷൻ ശരിക്കും പറഞ്ഞാൽ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ കൊടുത്ത ആ ട്രാക്കർ, നമ്മൾ ഒന്നാമത്തെ ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒന്നാമത്തെ യൂസ് കേസിൻ്റെ ഫുൾ റിസൾട്ട് വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മൾക്ക് ഒരു കംപ്ലീറ്റ് ട്രാക്കറാണ് നമ്മൾക്ക് തന്നിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾക്ക് മാനുവലായിട്ട് ഏത് വേണമെങ്കിലും അതൊക്കെ ചെയ്യാം. ബാങ്ക് ഓഫർ, കോർപ്പറേറ്റ് കാർഡ്, ബാങ്ക് ട്രാൻസ്ഫർ, പെൻഡിങ് ആണ്, അപ്രൂവ്ഡ് ആണ്, റിജക്റ്റഡ് ആണ്, അങ്ങനെ ഓരോന്നും നമ്മൾക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ട്രാക്കറാണ് നിർമ്മിച്ചു തന്നിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് കൃത്യമായിട്ട് ഇത് എങ്ങനെയാണ് നിർമ്മിക്കുക എന്നുള്ളത് അറിയില്ല. നമ്മൾ സിമ്പിൾ പ്രോംപ്റ്റ് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ റിസൾട്ട് ഇറ്റ് വാസ് നൈസ്. രണ്ടാമത്തെ യൂസ് കേസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിവിടെ ആവറേജ് കണ്ടെത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, നമ്മൾക്കിവിടെ ആവറേജ് രണ്ടാമത്തെ ഒരു പുതിയ കോളം Fൽ ഈ ആളുകളുടെ സെയിൽസിൻ്റെ ആവറേജ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം കൂടി നമ്മൾ ചോദിക്കുകയാണ്. ഓക്കെ, അടുത്ത ചോദ്യം എന്താ വെച്ചാൽ, ഞാനിവിടെ അടുത്ത ചോദ്യം പേസ്റ്റ് ചെയ്തു. വെയിറ്റ് ഫോർമുല ദാറ്റ് ചെക്ക് ഇഫ് ദ ആവറേജ് സെയിൽസ് അതായത് പുതിയ ആവറേജ് സെയിൽസ് നമുക്ക് കണ്ടെത്തുന്നുണ്ട് ഈസ് ഗ്രേറ്റർ ദാൻ ദ ടാർഗറ്റ് കോളം. അതായത് ഇവിടെ ഒരു ടാർഗറ്റ് ഉണ്ട്, അതിനേക്കാളും ഗ്രേറ്റർ ദാൻ ആണോ, ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ എസ് എന്നുള്ള ടിക്കും, ബിലോ ആണെങ്കിൽ വ്രോങ് എന്നുള്ള വ്രോങ് ഐക്കൺ ഇടാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ ആ ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് റിസൾട്ടിന് വെയിറ്റ് ചെയ്യാം. ഇപ്പം ഈ ഒരു റിസൾട്ട് നമുക്ക് ഈ ക്വിക്കായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം അതിൻ്റെ പിറകിൽ അത്ര വർക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ക്വിക്കായിട്ട് കിട്ടുന്നത്. എത്ര ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് ഔട്ട്പുട്ട് കിട്ടാനും കുറച്ച് സമയം എടുക്കുന്നുണ്ട്. ദേ ആർ വർക്കിംഗ്. ഇപ്പം ഇവിടെ നിങ്ങൾക്ക് ഇത് വർക്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കും. വി ഗോട്ട് ദ റിസൾട്ട്. ഇവിടെ ഇദ്ദേഹത്തിന് 63 ആവറേജ് ഉണ്ട്, 60,000 ആണ് ടാർഗറ്റ്. അപ്പം അദ്ദേഹം മാത്രമാണ് ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നത്. നമുക്കൊരു ബ്ലൂ ടിക്ക് ഇവിടെ കിട്ടി. അതായത് നമ്മൾക്ക് ഒരു ഡാറ്റ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇനി നമ്മൾ മാനുവലായിട്ട് ഓരോന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നമുക്ക് ഫോർമുലകൾ അറിയേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അതിൻ്റെ ടെക്നിക്കൽ നോളജ് അറിയേണ്ട ആവശ്യമില്ല. വി ക്യാൻ ജസ്റ്റ് ഗിവ് എവറിത്തിങ് വിത്ത് എ സിമ്പിൾ പ്രോംപ്റ്റ് എന്നുള്ളതാണ് ഇതൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ പ്രൊഫസേഴ്സിന്, ബിസിനസ് ഓണേഴ്സിനൊക്കെ, അല്ലെങ്കിൽ സിഇഒക്ക്, മാനേജേഴ്സിന്, സെയിൽസ് ടീമിനൊക്കെ ഇത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത യൂസ് കേസിലേക്ക് പോവാണ്. മൂന്നാമത്തെ യൂസ് കേസിലേക്ക് പോവാണ്. മൂന്നാമത്തെ യൂസ് കേസ് എന്ന് പറഞ്ഞാൽ ഡാറ്റ അനാലിസിസിംഗ് ആണ്. തൊട്ട് മുമ്പത്തെ യൂസ് കേസിൽ നമ്മൾ വ്യത്യസ്ത ഫോർമുലകൾ ഇൻസ്ട്രക്ട് ചെയ്തിട്ട് അതിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയായിരുന്നു. ഇത് നമ്മളിവിടെ ഒരു ഡാറ്റ കൊടുക്കുകയാണ്. ഓരോ പ്രൊഡക്റ്റുകളും എത്ര എണ്ണം സോൾഡായി, ഒരു കമ്പനിയുടെ ഡിഫറെൻറ്റ് പ്രൊഡക്റ്റുകളാണ്, അതിൽ എത്ര എണ്ണം സോൾഡായി, എത്ര റവന്യൂ കിട്ടി എന്നുള്ള ഒരു ഡാറ്റയാണുള്ളത്. അപ്പം ഞാനിവിടെ ഒരു പുതിയ ഗൂഗിൾ ഷീറ്റ് ഓപ്പൺ ചെയ്ത് എന്നിട്ട് ആ റഫായിട്ടുള്ള ആ ഒരു ഡാറ്റ ഞാനിവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്തു. ഇവിടെ നമ്മൾക്ക്
ഒറ്റ ലൈനിലാണ് നമ്മൾക്ക് ഈ ഒരു നമ്മൾ പേസ്റ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇനി കൺവേർട്ട് ടു ടേബിൾ എന്നുള്ളൊരു ഓപ്ഷൻ ഇവർ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തരുന്നുണ്ട്. അപ്പോൾ ഇൻ കേസ് നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ടേബിൾ രീതിയിലല്ല വന്നിട്ടുണ്ടെങ്കിൽ അതും ഇവർ കൃത്യമായിട്ട് ചെയ്തു തരും. അതും നമുക്ക് നോക്കിക്കാം. അപ്പോൾ നമ്മളിവിടെ ഒന്നാമത്തെ കൊടുക്കുന്ന പ്രോംപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിവിടെ പ്രോംപ്റ്റ് കൊടുക്കുന്നുണ്ട്, റിസൾട്ട് വരുന്നുള്ളൂ. ഞാൻ ആ പ്രോംപ്റ്റ് നിങ്ങൾക്ക് വായിച്ചു തരാം. ലുക്ക് അറ്റ് ദ സെയിൽസ് ഡാറ്റ ഇൻ ദിസ് ഷീറ്റ്. വിച്ച് പ്രൊഡക്റ്റ് ഈസ് ഗ്രോവിങ് is the fastest, which month had the highest revenue, give me 3 key insight in a simple bullet points. അപ്പോൾ ഇവിടെ ഒരു കമ്പനിയുടെ വ്യത്യസ്ത പ്രൊഡക്റ്റുകൾ ഓരോ മാസവും സെയിലായതിൻ്റെയും അതിൽ നിന്ന് കിട്ടിയ റവന്യൂ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, നമ്മൾ ഡാറ്റ കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ നേരത്തെ നമ്മളൊരു ഒറ്റ ലൈനിലായിരുന്നു എല്ലാ ഡാറ്റയും വന്നിട്ടുണ്ടായിരുന്നു. അത് ഇവർ തന്നെ നമുക്കൊരു ഷീറ്റിലേക്ക് മാറ്റി തന്നിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ഒന്നാമത്തെ പ്രോംപ്റ്റ് കൊടുക്കുകയാണ് ഇവിടെ. ഓക്കെ, ഏത് ആണ് കൂടുതൽ സെയിൽസ് ആയിട്ടുള്ളത്, ഏത് മന്തിലാണ് സെയിൽസ് വന്നിട്ടുള്ളത് എന്നുള്ള ഒന്നാമത്തെ പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ബിസിനസ് ഓണേഴ്സിനൊക്കെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഓരോ മാസവും നിങ്ങൾക്ക് പ്രീവിയസ് മന്തുമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഔട്ട്പുട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക്, അതായത് നമ്മൾക്ക് പലപ്പോഴും പല വിധത്തിലുള്ള സെയിൽസ് ഉണ്ടാകും, പല രീതിയിലുള്ള സെയിൽസ് വന്നിട്ടുണ്ടാകും. അപ്പോൾ ഇതൊക്കെ എല്ലാ ഡാറ്റകളും ഒറ്റ ഷീറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എക്സൽ അറിയാത്ത ആൾക്ക് ഇരുന്നിട്ടും അല്ലെങ്കിൽ ഗൂഗിൾ ഷീറ്റ് അറിയാത്ത ആൾക്ക് ഇരുന്നിട്ടും സിമ്പിളായിട്ട് ഇത് കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ കൊടുത്ത പ്രോംപ്റ്റിന്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാണ് വിച്ച് മന്ത് ഹാഡ് ഹയസ്റ്റ് റവന്യൂ എന്നുള്ളത് കൃത്യമായിട്ടുള്ള ടെക്സ്റ്റ് രീതിയിൽ തന്നിട്ടുണ്ട്. ഞാനിത് ഇവിടെ ഇൻസേർട്ട് ചെയ്തതാണ്. നമുക്ക് വേണമെങ്കിൽ ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമുക്കത് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ എനിക്ക് ഡാറ്റ തന്നിട്ടുണ്ട്, ഞാനത് ഇങ്ങോട്ട് ഇൻസേർട്ട് ചെയ്താണ്. ഏതാണ് 3 കീ ഇൻസൈറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും തന്നിട്ടുണ്ട്. ഏത് സെയിൽസ് ആണ് ഏത് മന്താണ് ഹയസ്റ്റ് റവന്യൂ എന്നുള്ളത്, ഏത് പ്രൊഡക്റ്റാണ് ഹയസ്റ്റ് സെയിൽ എന്നുള്ളത് ഒക്കെ നമുക്ക് ഡാറ്റകൾ സിമ്പിളായിട്ട് തന്നിട്ടുണ്ട്. ദിസ് ഈസ് നൈസ്. അതായത് നമുക്ക് ആ ഡാറ്റ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈസി ആയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചോദിക്കാൻ പറ്റും. ഇനി നമ്മൾ രണ്ടാമത്തെ പ്രോംപ്റ്റ് കൂടി കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ പ്രോംപ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഡാറ്റ വെച്ചിട്ട് അടുത്തൊരു ജൂലൈയിലെ റവന്യൂവിനെ പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോംപ്റ്റ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് റിസൾട്ട് വരുന്നുണ്ടോ എന്ന് നോക്കിയേക്കാം. അതേപോലെ അതിൻ്റെ റിസൾട്ട് വരാൻ കുറച്ച് സമയമുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് മറ്റൊരു പ്രോംപ്റ്റ് കൂടി കൊടുക്കാം. ക്രിയേറ്റ് എ സമ്മറി ടേബിൾ ഷോവിങ് ടോട്ടൽ യൂണിറ്റ് സോൾഡ് ആൻഡ് ടോട്ടൽ റവന്യൂ പെർ പ്രൊഡക്റ്റ് ഫ്രം ദിസ് ഡാറ്റ. അതും ഈ ഒരു ടേബിൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ ചോദിക്കുന്നത്. അത് നമുക്ക് അത് കിട്ടിയതിന് ശേഷം കൊടുക്കാം. അപ്പം നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡാറ്റകൾ വെച്ച് ആ ഡാറ്റകളുടെ വിഷ്വലൈസേഷൻ കൊണ്ടുവരണമെങ്കിൽ, ആ ഡാറ്റനെ അനാലിസിസ് ചെയ്തിരണമെങ്കിൽ, ആ ഡാറ്റയുടെ ഇൻസൈറ്റ് കിട്ടണമെങ്കിൽ സിമ്പിളായിട്ട് ഈ ജെമിനൈൻ്റെ ഈ ഒരു AI അസിസ്റ്റൻറ്റ് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ക്വിക്കായിട്ട് കിട്ടും. അതായത് പലപ്പോഴും ഏതൊരു ഡയറക്ടേഴ്സിനും മാനേജേഴ്സിനും ഒക്കെ പണ്ട് ഇതിൻ്റെ റിപ്പോർട്ടുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ അതായത് ഗൂഗിൾ ഷീറ്റോ അല്ലെങ്കിൽ എക്സലോ കൈകാര്യം ചെയ്യുന്ന ആൾ ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, സിമ്പിളായിട്ട് നമ്മൾ പ്രോംപ്റ്റ് കൊടുത്താൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, നാലാമത്തെ യൂസ് കേസിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. ഓക്കെ, റിസൾട്ട് വരുന്നുണ്ട്, കുറച്ചുകൂടി സമയം എടുക്കും. നാലാമത്തെ യൂസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡാറ്റ ഉണ്ടാവും, മെസ്സി ആയിട്ടുള്ള ഡാറ്റകൾ ഉണ്ടാവും. അതിലിപ്പോൾ നമ്മൾ അക്കൗണ്ട് മാനേജ് ചെയ്യുന്ന ആൾക്ക് എല്ലാ എക്സ്പെൻസും നമ്മൾ ഒറ്റ പേജിലാണ് അല്ലെങ്കിൽ ഒറ്റ കോളത്തിലാണ് എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ അനാലിസിസ് ചെയ്യണമെങ്കിലൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ ട്രാൻസാക്ഷൻസ് ആണ്. സ്വിഗ്ഗി ഓർഡർ, പർച്ചേസ്, പെയ്ഡ് ഇലക്ട്രിസിറ്റി, ഊബർ, അതിൻ്റെ എല്ലാത്തിൻ്റെയും എക്സ്പെൻസ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ഒറ്റ ഡാറ്റയിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമുക്ക് അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനും സിമ്പിളായിട്ട് പ്രോംപ്റ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. ഐ ഹാവ് എ ലിസ്റ്റ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ഇൻ എ കോളം എ ആൻഡ് എമൗണ്ട്സ് ഇൻ കോളം ബി ആഡ് എ കോളം സി. അപ്പം നമ്മൾ പുതിയൊരു കോളം ആഡ് ചെയ്യാൻ പറയാണ്. എന്നിട്ട് എന്ത് ചെയ്യണം, കാറ്റഗറൈസ് ഈച്ച് ട്രാൻസാക്ഷൻ ഇൻ ടു ഓൺ ദീസ്. ഒന്ന് ഫുഡ് ആൻഡ് ബെവറേജസ് 1, പിന്നെ ഓഫീസ് സപ്ലൈസ് ആൻഡ് യൂട്ടിലിറ്റീസ് 2, ട്രാവൽ 3, സോഫ്റ്റ്വെയർ 4 ആൻഡ് മിസ്സലേനിയസ് 4. അങ്ങനെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുള്ളത്. നമുക്ക് അതിൻ്റെ റിസൾട്ട് ഒന്ന് നോക്കി വെക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ തൊട്ട് മുമ്പ് കൊടുത്തതിൻ്റെ ഫുൾ റിസൾട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. നമ്മൾ ഒരു ജൂലൈ മാസത്തെ ഒരു പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഡാറ്റ വെച്ചിട്ട് അത് കൃത്യമായിട്ടുള്ള പ്രഡിക്ഷൻ ഇവിടെ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദിസ് ഈസ്
ഹ്യൂജ്, ദിസ് ഈസ് അമേസിങ്. അപ്പോൾ ഒരാൾക്ക് കൃത്യമായിട്ട് ഈ ഡാറ്റകൾ വെച്ചിട്ട് പുതിയ ഡിസിഷൻസ് എടുക്കാൻ അല്ലെങ്കിൽ നെക്സ്റ്റ് മന്തിലേക്ക് പ്രിപ്പയർഡ് ആവാനൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഈ ഗൂഗിൾ അസിസ്റ്റൻറ്റിൻ്റെ സഹായത്തോടെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോഴത്തേക്കും നമുക്ക് 5ാമത്തെ യൂസ് കേസിലേക്ക് പോവാം. 5ാമത്തെ യൂസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾക്ക് ഫീഡ്ബാക്കുകളൊക്കെ കിട്ടാറുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള യൂസ് കേസുകൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ഈ രീതിയിലൊക്കെ ഇതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്ന് കൃത്യമായിട്ടൊരു ഐഡിയ അല്ലെങ്കിൽ ഒരു സ്പാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രീതിയിൽ ഇതിൻ്റെ യൂസ് കേസുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരുന്നത്. 5ാമത്തേത്, നമ്മൾക്ക് വ്യത്യസ്ത തലങ്ങൾ, വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകളിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്കുകൾ കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ഓരോ ഫീഡ്ബാക്കുകളും നമ്മൾ നോക്കി അനാലിസിസ് ചെയ്യാതെ നമുക്ക് ക്വിക്കായിട്ട് ജെമിനിയുടെ ഹെൽപ്പോടെ ഇതൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ സിമ്പിളായിട്ട് ഒരു പ്രോംപ്റ്റ് കൊടുക്കണം. പ്രോംപ്റ്റ് വായിച്ചു തരാം. ഐ ഹാവ് എ കസ്റ്റമർ ഫീഡ്ബാക്സ് ഇൻ എ കോളം ബി, റോ 2 to 7 ആർ എ കോളം സി that labels each feedback positive, negative, neutral. അതായത് നമുക്ക് ഒരു ലിസ്റ്റ് ഓഫ് ഫീഡ്ബാക്കുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു പുതിയൊരു കോളം ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ആ ഫീഡ്ബാക്ക് പോസിറ്റീവ് ആണോ, നെഗറ്റീവ് ആണോ, ന്യൂട്രൽ ആണോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളിവിടെ പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് റിസൾട്ട് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മൾക്ക് തൊട്ട് മുമ്പ് കൊടുത്ത ആ ഒരു റിസൾട്ട് കിട്ടുന്നുണ്ട്, വരുന്നുള്ളൂ. സെക്ഷൻ വന്നു. വി ഗോട്ട് ദ റിസൾട്ട്. അതായത് നമ്മളൊരു പുതിയ കോളം ആഡ് ചെയ്യാൻ പറഞ്ഞിരുന്നു, കാറ്റഗറി സി. അത് എന്നിട്ട് നമ്മളിവിടെ എന്ത് ചെയ്യുക, ഈ ഒരു കോളത്തിൽ ഇത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്ന് ഉള്ളത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് കൃത്യമായിട്ടുള്ള അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട് തൊട്ട് മുമ്പത്തെ യൂസ് കേസിൽ. അപ്പം നമ്മൾക്ക് ഇവിടെ ഇപ്പോൾ നമ്മൾ പോസിറ്റീവ് ആണോ, നെഗറ്റീവ് ആണോ, ന്യൂട്രൽ ആണോ എന്നുള്ളത് ചോദിച്ചു. അതിനും നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പല കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇനി അടുത്തൊരു കോളം കൂടിയുണ്ട്. ഓക്കെ, അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, ഓക്കെ, ഔട്ട് ഓഫ് ദീസ് 6 റിവ്യൂസ് വാട്ട് ഈസ് ദ ഓവറോൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അപ്പം നമ്മൾ ആ ഒരു ഡാറ്റ കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള റിസൾട്ടുകളാണ് നമ്മൾ ചോദിക്കുന്നത്. ഇത് ശരിക്കും ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു ഗൂഗിൾ ബിസിനസ് ഉണ്ട്. അപ്പോൾ ആ ഗൂഗിൾ ബിസിനസ്സിൻ്റെ റിവ്യൂസ് ഇവിടെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ആ റിവ്യൂസിനോട് ചോദിക്കാം. അതായത് ബേസ്ഡ് ഓൺ ദിസ് കസ്റ്റമർ ഡാറ്റ വാട്ട് ആർ ദ ഓവറോൾ പീപ്പിൾസ് കമൻറ്റ് അബൌട്ട് അവർ കമ്പനി എന്നുള്ള സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ സാധിക്കും. അപ്പം നമ്മൾക്ക് ഇവിടെ നമ്മൾ ലാസ്റ്റ് ചോദിച്ച കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ സ്കോർ തന്നിട്ടുണ്ട്, മെയിൻ കംപ്ലയിൻസ് എന്തൊക്കെയെന്ന് തന്നിട്ടുണ്ട്. അതായത് നമ്മൾ കൊടുക്കുന്ന സർവീസിൽ എന്തൊക്കെയാണ് മെയിൻ കംപ്ലയിൻസ് എന്നുള്ളതും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എന്താണോ ആവശ്യം ആ ആവശ്യത്തിന് നിങ്ങൾക്ക് ഗൂഗിൾ ഷീറ്റ് ഉപയോഗപ്പെടുത്താൻ പറ്റും. 6ാമത്തെ യൂസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് പല വിധത്തിലുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ 3 years ago, 3 months ago അങ്ങനെയൊക്കെ പല കസ്റ്റമേഴ്സും ഉണ്ടാവും. അപ്പോൾ ആ കസ്റ്റമേഴ്സിനൊക്കെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഇമെയിലുകൾ ഈ ഒരു അസിസ്റ്റന്റ് നിങ്ങൾക്ക് നിർമ്മിച്ച് തന്നാൽ എങ്ങനെ ഉണ്ടാവും, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഡമ്മി ആയിട്ടുള്ള ഒരു ഡാറ്റ കൊടുത്തിട്ടുണ്ട്, ഒരു ബിസിനസ് കൺസൾട്ടിങ് ഓഫീസിലെ ഒരു ഡമ്മി ഡാറ്റ. ഓക്കെ, അപ്പോൾ ഇവിടെയും നമ്മൾ കൺവേർട്ട് ടു ടേബിളിലേക്ക് മാറ്റി തരാനായിട്ട്. അപ്പോൾ ഈ ഡമ്മി ഡാറ്റ വെച്ചിട്ട് നമ്മൾ ഇതിനോട് ഇവർക്കൊക്കെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഇമെയിലുകൾ നിർമ്മിച്ച് തരാൻ വേണ്ടിയിട്ട് പറയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പ്രോംപ്റ്റും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രോംപ്റ്റ് ഞാനിവിടെ പേസ്റ്റ് ചെയ്ത് തരാം. പ്രോംപ്റ്റ് ഞാൻ വായിച്ചുതരാം. ഐ ഹാവ് എ കോൺടാക്റ്റ് ലിസ്റ്റ് ഇൻ ദിസ് ഷീറ്റ് ഫോർ ഈച്ച് പേഴ്സൺ റോ 2, 3 and 4. റൈറ്റ് എ ഷോർട്ട് പ്രൊഫഷണൽ ഫോളോ അപ്പ് ഇമെയിൽ 4 to 5 lines from a business consultant. Use their name, company name and the service they are interested. Keep the tone warm and professional. അപ്പം നമ്മൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഈ ഒരു ഡാറ്റയ്ക്ക് അനുസരിച്ചിട്ടുള്ള മെയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും. ദിസ് ഈസ് മൈ ഫേവറേറ്റ്. അതായത് നമ്മൾക്ക് ഇവരുടെ എല്ലാ ഡാറ്റക്കും അനുസരിച്ചിട്ടുള്ള ഒറ്റ ഷീറ്റിൽ എല്ലാ ഡാറ്റക്കും അനുസരിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഇമെയിലാണ് ഇവിടെ നിർമ്മിച്ചു തരുന്നത്. നമുക്ക് റിസൾട്ട് ഒന്ന് നോക്കി നോക്കാം, എത്രത്തോളം അക്യുറേറ്റ് ആയിട്ട് റെലവെന്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് നോക്കിയതോ. നമ്മൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ നേരത്തെ ചോദിച്ച അതേ പ്രകാരം കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഇമെയിലിന്റെ കൊടുക്കേണ്ട കസ്റ്റമൈസ്ഡ് ഇമെയിൽ നിർമ്മിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ള AI റിലേറ്റഡ് ഉള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് AI അപ്ഡേറ്റ്സ് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ AI റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്രാഷ് കോഴ്സുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് നമ്മുടെ വെബ്സൈറ്റുകൾ എക്സ്പ്ലോർ ചെയ്യാം, നിങ്ങൾക്ക് പറ്റുന്ന കോഴ്സുകളും പർച്ചേസ് ചെയ്യാം. വി ഗോട്ട് ദ റിസൾട്ട് ഡിയർ അർജുൻ, എന്നിട്ട് അർജുൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇമെയിൽ. ഓക്കെ, ഡിയർ ഹായ് ദിവ്യ,
സി ഡിയർ സെയ്ദ്. അപ്പോൾ ആ ഒരു സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഇമെയിലുകളും നമുക്ക് ഇവിടെ നിർമ്മിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗൂഗിൾ ഷീറ്റിലെ ഈ ഒരു AI അസിസ്റ്റൻറ്റ് വളരെ യൂസ്ഫുൾ ആണ്. കാരണം പലപ്പോഴും നമ്മൾ എക്സലൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള നോളജ് ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഇവിടെ ചെറിയൊരു പ്രശ്നം നിങ്ങളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഇത് പെയ്ഡ് വേർഷനിൽ മാത്രമേ ഉള്ളൂ കിട്ടുക എന്നുള്ളതാണ് ഇതിൻ്റെ ചെറിയൊരു നെഗറ്റീവ്. പക്ഷേ പെയ്ഡ് വേർഷൻ, അതായത് ഗൂഗിൾ പ്രോ, ജെമിനായി പ്രോ ഉള്ളവർക്കാണ് ഇത് ഉപയോഗിക്കാൻ പറ്റിയ നിലവിൽ. അപ്പോൾ നിങ്ങൾക്ക് ജെമിനായി പ്രോ വേണമെന്നുണ്ടെങ്കിൽ ജിയോയിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ആ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. പിന്നെ എപ്പോഴും മേക്ക് ഷുവർ ദർ ഇസ് എ നോ എറേഴ്സ്. കാരണം ചില സമയത്ത് നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് പലപ്പോഴും ഈ ചാറ്റ് ഏജൻറ്റിന് അല്ലെങ്കിൽ ചാറ്റ് അസിസ്റ്റൻറ്റ് കൃത്യമായിട്ട് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ആ കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ആ യൂസ് കേസ് താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ.